വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകി. നമുക്ക് ലഭിക്കുന്ന ദാനങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണം. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയുന്നതും ദൈവവചനം കേൾക്കാൻ കഴിയുന്നതും അതിനെ നമുക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഇന്ന് എത്രയോ പേർ നമുക്കറിയാം. മത്തായി 22:29 കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക തെറ്റിപ്പോകുന്നു. അങ്ങനെ ഒരു തെറ്റിപ്പോകാൻ കാരണം എന്തുവാ? അവർക്ക് ദൈവവചനം അറിഞ്ഞുകൂടാ. ദൈവവചനം അറിയണം. ക്രിസ്തുവിലായി കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവവചനം ആഴമായി പഠിക്കുക, ഗ്രഹിക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ലോകയാത്രയ്ക്ക് അത്ര അത്യാവശ്യമായിരിക്കുന്ന വിളക്കാണ് ഈ വചനം. കാരണം 119 സങ്കീർത്തനം 105 വാക്യത്തിലും വായിക്കുന്നുണ്ട്, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ഈ വചനത്തെ കൂടാതെ നമുക്ക് ഈ പാപമംഗലമായ ലോകത്തിൽ വിജയകരമായ ജീവിതം നയിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഈ വചനം തന്നെ നമ്മുടെ ധ്യാനമായിരിക്കണം. അപ്പം അതുകൊണ്ട് വചനം എന്തു പറയുന്നു എന്നുള്ള ശരിയായൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത്, നാം ഒരിക്കലും ലോകസ്നേഹികളാകാൻ പാടില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അങ്ങനെ ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ വഞ്ചിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ സഹിത്വത്തിന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ഏറ്റവും വിഘാതമായി നിൽക്കുന്നൊരു കാര്യമാണ് ലോകം. അപ്പം ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇവയെല്ലാം ലോകസംബന്ധമായ കാര്യങ്ങളാണ്. ഇവയെല്ലാം ശത്രുവിൻ്റെ ഓരോ ആയുധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടല്ലേ നമ്മൾ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് നമ്മൾ 1 യോഹന്നാൻ 5:19 വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ വേർതിരിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്നുവെങ്കിൽ നമ്മൾ ഈ ലോകക്കാരല്ല എന്നുള്ള ബോധ്യം, നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണ്, നമുക്ക് ഈ ലോകത്തിലേക്കുള്ള ആ ആകർഷണ വലയത്തിൽ നിന്ന് നമ്മൾ മോചിതരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാം. നമുക്കറിയാം, വള്ളം വെള്ളത്തിൽ കിടക്കുന്നു, വെള്ളം വള്ളത്തിലായാൽ അത് മുങ്ങിപ്പോകും. ഇതുപോലെ നാം ലോകത്തിലായിരിക്കുന്നു, ലോകം നമ്മിലായി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഈ ഉപ്പിന് കാരമില്ലാതാകുന്ന അവസ്ഥ ഈ ലോകമുള്ളിൽ വരുന്ന അവസ്ഥയാണ്. ലോകം ഉള്ളിൽ വരുമ്പോൾ അതിൻ്റെ കാരം നഷ്ടപ്പെടും, ആ രസം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇത് വരാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് 5 വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ. അവർ തികച്ചും ഈ ലോകത്തിലായിരുന്നെങ്കിലും അവർ ലോകത്തിൽ നിന്നും വ്യത്യസ്തരായിരുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അബ്രഹാമിനെക്കുറിച്ചും ഇയ്യോബിനെക്കുറിച്ചും ഹാനോക്കിനെക്കുറിച്ചും നോഹയെക്കുറിച്ചും മോശയെക്കുറിച്ചും നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, അതിനെ തുടർന്ന് നമ്മൾ ഈ ദൈവികമായിരിക്കുന്ന ആ ബന്ധത്തിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി നമുക്കുള്ള പ്രയോജനം, അതാണ് നമ്മൾ വളരെ ആഴമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നിന്നുള്ള പ്രയോജനം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഞാൻ ചില 4-5 കാര്യങ്ങൾ പറയാം. അത് വളരെ നമ്മൾ ഗൗരവമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, നമുക്കതിൻ്റെ പ്രയോജനം ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യമാണ്. റോമൻസ് ചാപ്റ്റർ 5:1. അവിടെ വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവവുമായിട്ടുള്ള സമാധാനം. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നോക്കുക, നമ്മുടെ അസമാധാനത്തിന് കാരണം പാപമായിരുന്നു, എന്നാൽ ദൈവം നമ്മളെ ആ പാപത്തിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദിവ്യമായ സമാധാനമുണ്ട്. നമ്മളിൽ ഭരിക്കുന്ന സമാധാനം ലോകത്തിൻ്റെ സമാധാനമല്ല, അത് ദൈവിക സമാധാനമാണ്. ദൈവം നമുക്ക് തന്നിട്ട് പോയ സമാധാനം, ആ സമാധാനം പ്രാപിക്കുക എന്നുള്ളത് ഈ ലോക മനുഷ്യരെ കൊണ്ട് അസംഭവമായ കാര്യമാണ്. കാരണം നമുക്കറിയാം, യെശയ്യാവ് 48:22 വായിക്കുന്നുണ്ട്, ദുഷ്ടന് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടന് സമാധാനമില്ല, പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സമാധാനമില്ല. അപ്പോൾ സമാധാനത്തിൻ്റെ ദാതാവായ, സമാധാനത്തിൻ്റെ പ്രഭുവായ, നമ്മൾ യെശയ്യാവ് 9:6 വായിക്കുന്നത്, അവന് സമാധാന പ്രഭു, അവിടുന്ന് സമാധാന പ്രഭുവാണ്. അവിടത്തേക്ക് മാത്രമേ നമുക്ക് സമാധാനം നൽകാൻ കഴിയൂ.
അപ്പോൾ നമുക്ക് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ സമാധാനം. കർത്താവ് പറഞ്ഞു യോഹന്നാൻ 14:27 ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അപ്പോൾ ദിവ്യമായ സമാധാനം ലോകം തരുന്ന പോലെയല്ല. ലോകം തരുന്ന സമാധാനമൊക്കെ ക്ഷണികമാണ്, അത് പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകും, ഇല്ലാതാവും. എന്നാൽ ദൈവം തരുന്ന സമാധാനം അതൊരിക്കലും നഷ്ടപ്പെടുത്തില്ല. അത് എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം ഭാവിയായ എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ആ സമയം തന്നെ നീതിമാനായി സ്വർഗം പ്രഖ്യാപിക്കുക, അവൻ നീതീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം കടന്നു വരികയാണ്. ഇതെത്ര വിലപ്പെട്ട കാര്യമാണ്. ഇന്ന് ആ സമാധാനം നമ്മളെ ഭരിക്കുന്നുണ്ടോ? യഥാർത്ഥമായിട്ടും നമ്മൾ ആ സമാധാനത്തിൻ്റെ ഉടമകളാണെന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ഇന്ന് ലോക മനുഷ്യർ സമാധാനം ലഭിക്കാൻ വേണ്ടി അവിടെ ഇവിടേക്ക് ഓടുകയാണ്. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അനേകർ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു നോക്കുന്നു. അനേക പ്രയത്നങ്ങൾ സമാധാനത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ലഭിക്കുന്നില്ല. കാരണം അവർക്ക് സമാധാനത്തിന് വഴി അറിഞ്ഞുകൂടാ. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അസമാധാനത്തിന് കാരണമായിരിക്കുന്ന പാപക്ഷമ പ്രാപിക്കാത്തിടത്തോളം കാലം ഈ സമാധാനം അവർക്കുണ്ടായില്ല. അപ്പോൾ പിന്നീട് നമുക്കുള്ളായിരുന്ന ഒരു സമാധാനം പണ്ട് അല്ലെങ്കിൽ നേരത്തെ ക്രിസ്തുവിൻ്റെ മുൻപ് യഹൂദന്മാരും ജാതികളും എന്നുള്ളൊരു വേർപാടുണ്ടായിരുന്നു. ആ വേർപാടും കർത്താവിലുള്ള വിശ്വാസാൽ അതും ഇല്ലാതായി. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവൻ നമ്മുടെ സമാധാനം എന്ന് പറയാൻ കർത്താവ് നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇരുപക്ഷത്തെയും എന്ന് പറയുന്നത് യഹൂദനെയും യുനാനി അല്ലെങ്കിൽ ജാതികളായ നമ്മയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. സമാധാനമുണ്ടാക്കിക്കൊണ്ട് അവർക്ക് സമാധാനമില്ല. അവർക്കും സമാധാനം ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അപ്പോൾ ഇന്ന് ജാതിയെന്നോ യഹൂദനെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ല. അവരെ ഒന്നാക്കി, അവർക്കും സമാധാനം നൽകി. ഇതാണ് നമുക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ഫലമായിട്ട് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രയോജനം, ഒന്നാമത്തെ നേട്ടം. നമുക്ക് സമാധാനമുണ്ടായി. അതെ, ഇന്ന് ഈ ദിവ്യ സമാധാനം നമ്മെ ഭരിക്കുന്നുണ്ടോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ആ ദൈവത്തിൻ്റെ സമാധാനം എന്നിലുണ്ടോ? അതോ ഇന്ന് ഞാൻ അശാന്തിയിലാണോ? ദൈവത്തിൻ്റെ സമാധാനം വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരിലും ഉണ്ട്. ദൈവരാജ്യത്തിലാക്കി വെച്ചിരിക്കുക. ദൈവരാജ്യം എന്നുള്ളത് എന്തുവാ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് റോമർ 14:17 നമ്മൾ വായിക്കുന്നു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ. എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ന് ലോകത്തിലല്ല, ലോകത്തിൽ വസിക്കുമ്പോൾ നമ്മൾ പിശാചിൻ്റെ രാജ്യത്തിലല്ല, അന്ധകാരത്തിൻ്റെ അടിമകളല്ല, അവൻ്റെ രാജ്യത്തിൽ വിടുവിച്ച് നമ്മളെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കൊളോസ്യർ 1:13 വായിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്ദിയോടെ അവിടത്തേക്ക് സ്തോത്രം കരേറ്റാൻ തക്കവണ്ണം നമ്മളെ അന്ധകാരത്തിൻ്റെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ രാജ്യത്ത് നിന്ന് വിടുവിച്ച് പുത്രൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൽ നമ്മളെ ആക്കി വെച്ചു. അപ്പോൾ ഒന്നാമതേ നമുക്ക് ഈ കൂട്ടായ്മയുടെ ഫലമായിട്ട്, ഈ സഖ്യതയുടെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രയോജനം നമുക്ക് സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ സമാധാനം ഇന്ന് നമ്മളെ വാഴുന്നുണ്ടോ? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം നമ്മളെ വാഴുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് നമുക്ക് ഈ സഹത്വത്തിലൂടെ എപ്പോഴും കർത്താവിനോടുള്ള കൂട്ടായ്മയാണ്. നമുക്കറിയാം ആമോസ് 3:3 ഞാൻ ഇന്നലെയും പറയുകയുണ്ടായി, 2 പേർ ഒരുമനപ്പെടാതെ ഒരു വഴിക്ക് പോകാൻ കഴിയില്ല. ക്രിസ്ത്യ ജീവിതം ഒരിക്കലും ഏകനായിട്ടുള്ള ജീവിതയാത്രയല്ല, അത് കർത്താവിനോട് കൂടെയുള്ള കൂട്ടായ്മയാണ്. നമ്മൾ 1 Corinthians 1:9 വായിക്കുന്നു, പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക. നമുക്ക് ആ കൂട്ടായ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. പുത്രൻ്റെ കൂട്ടായ്മ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നോക്കുക, ദൈവത്തോട് കൂടെ നടന്നു. ദൈവം ഹാനോക്കിനോട് കൂടെ അല്ല നടന്നേ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൽ ഒത്തവണ്ണം ജീവിക്കുവാൻ
അതിനൊക്കെ തയ്യാറായി. ഇതാ നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തോടുകൂടെ നാം ആയിരിക്കണം. അവിടുത്തെ അനുസരിക്കുവാൻ നാം എപ്പോഴും മനസ്സെടുക്കമുള്ളവരായിരിക്കണം. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവത്തെ സാധിപ്പിക്കുന്ന ഒരവസരം മാത്രമല്ലല്ലോ, കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറയുമ്പോൾ അവസാനം ഗ്രേറ്റ് കമ്മീഷന്റെ അവസാന വാക്ക് എന്തുവാ? ഞാനോ യുഗാവസാനത്തോളം, ചിലയിടത്ത് ലോകാവസാനം അങ്ങനെയല്ല, യുഗാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. അത് വലിയൊരു കാര്യമല്ലേ? കർത്താവിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാത്ത ഒരു ഭക്തൻ യഥാർത്ഥ ഭക്തനല്ല. ഇതെപ്പോഴാണ് കഴിയുന്നേ? യോഹന്നാൻ 14:23 വാക്യത്തിൽ വായിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കും, ഞാനും പിതാവും വന്ന് അവനോട് കൂടെ വാസം ചെയ്യുന്ന. അപ്പോൾ ഓൾറെഡി പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്, ഒപ്പം പുത്രനും പിതാവും നമ്മളോട് കൂടെ വരുന്നു. അപ്പോൾ ത്രിയേക ദൈവവുമായിട്ടുള്ള വലിയ കൂട്ടായ്മ ദൈവവചനം അനുസരിക്കുന്ന ഒരു വിശുദ്ധന് ലഭിക്കുന്നു. ഭാഗ്യകരമായ കാര്യമല്ലേ? അതിന് 24 വാക്യത്തിൽ പറയുന്നു, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന ഏതൊരു വിശുദ്ധനോട് കൂടെയും ത്രിയേക ദൈവം കൂടെയുണ്ട്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നമുക്കുണ്ട്. ഇന്ന് നമുക്ക് ആ കൂട്ടായ്മയിലായിരിക്കാൻ കഴിയുന്നുണ്ടോ? എവിടെയാണെങ്കിലും ഈ കൂട്ടായ്മ അനുഭവിക്കാൻ നമുക്ക് കഴിയും. നമ്മളിനി ഒരിക്കലും ഏകനല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് രണ്ടാമത്തെ, നമുക്ക് ഒരുമിച്ചുള്ള വാസമാണ്. മൂന്നാമത്തെ കാര്യം, ഈ കൂട്ടായ്മയിലാണെങ്കിൽ നമുക്ക് പിന്നെ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിലുള്ള ഒന്നുമില്ല. ദൈവം നമുക്കെല്ലാം വെളിപ്പെടുത്തി തരും. നമുക്കറിയാം, അബ്രഹാം, ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിക്കുന്നതിന് മുൻപ് ദൈവം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം ഞാൻ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറഞ്ഞില്ല, അത് ഞാൻ പറയും. അവിടെ ഉൽപ്പത്തി 18:17 അവിടെ ദൈവം പറയുകയാണ്, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? കണ്ടോ, ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് ഞാൻ മറച്ചു വയ്ക്കുകയല്ല, ഞാൻ അവനെ അറിയിക്കും. നമ്മൾ ആമോസ് 3:7 വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് അറിയിക്കാണ്ട് ഒന്നും ചെയ്യില്ലെന്ന. അപ്പോൾ ദൈവം തൻ്റെ ദാസന്മാർക്ക് ആ കാര്യം വെളിപ്പെടുത്തി കൊടുക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ കൂട്ടായ്മ നമുക്ക് എന്ത് തരുന്നു? നമുക്ക് ഒന്നും ദൈവം മറച്ചു വയ്ക്കാതെ എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെയല്ലേ നമ്മൾ സ്നേഹിതരാകുന്ന കാര്യം നമ്മൾ ഇന്നലെയും യോഹന്നാൻ 15:15 വായിക്കുന്നത്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. കാരണം എല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവം ഒന്നും മറച്ചു വെച്ചില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടായ്മയുടെ ഫലമായിട്ട് നമുക്കൊന്നും മറിഞ്ഞിരിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണാൻ കഴിയും. പിന്നെ നാലാമത്തെ കാര്യം, 3 കാര്യം ഞാൻ പറഞ്ഞു. 1, നമുക്ക് സമാധാനമുണ്ട്. 2, നമുക്ക് ഒരുമിച്ചുള്ള വാസമുണ്ട്. 3, നമുക്ക് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. കർത്താവ് നമുക്കെല്ലാം, നമുക്കറിയാം. ഞാനിന്നിപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് അറിയാം. കാരണം 1 കൊരിന്ത്യർ 8:3 പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു. അപ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥമാണോ എന്ന് ദൈവം അറിയുന്നു. അപ്പോൾ ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയാണ്ടൊരു കാര്യം ചെയ്തില്ല. എത്ര വലിയ കാര്യമാണ്. 139 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ, 139 സങ്കീർത്തനം 139:4 അവിടെ വായിക്കുന്നത്, യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. കണ്ടോ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. എത്ര വിലപ്പെട്ട കാര്യമാണ്. ദൈവം എല്ലാം അറിയുന്നതുകൊണ്ട് ദൈവം നമുക്കെല്ലാം അറിയിച്ചു തരും. അങ്ങനെ ഒരു വലിയ ബന്ധമാണ് ഈ സ്നേഹബന്ധം, ഈ കൂട്ടായ്മ ബന്ധം. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. 4ാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും സ്നേഹം ലഭിക്കുന്നു. ദൈവവുമായിട്ടുള്ള സഖ്യതയുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ദൈവസ്നേഹം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം സ്നേഹം തന്നെയാണ്. ആ സ്നേഹവാനായി ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്നേഹം നമുക്ക് ആസ്വദിക്കാൻ കഴിയും, അല്ലേ? മാത്രമല്ല, നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, റോമൻസ് 5:5 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു.
ഈ അറിവ് എത്ര വലുതാണ്! യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിൽ അവിടുത്തെ സ്നേഹം വസിക്കുന്നു. ഈ സ്നേഹമില്ലാത്ത ഒരു വ്യക്തി ദൈവപൈതലല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പരസ്പരവും ഈ സ്നേഹം പങ്കുവയ്ക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മൾ സദൃശവാക്യം 17 പ്രൊവേഴ്സ് ചാപ്റ്റർ 17 അവിടെ വായിക്കുന്നത്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥ കാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ഉണ്ടോ? ദുഃഖവേളകളിൽ, അപകടവേളകളിൽ, അനർത്ഥവേളകളിൽ അവൻ എന്തായി മാറുന്നു? സഹോദരനായി തീരുന്നു. നോക്കുക, ഇതാണ് ഈ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവസ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത. ഇത് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അഞ്ചാമത്തെ കാര്യം, നമ്മൾ മഹത്വത്തിൽ നമ്മൾ പങ്കാളികളായിത്തീരും. ഇന്ന് നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നുവെങ്കിൽ, ഈ കൂട്ടായ്മ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും നമുക്ക് മഹത്വത്തിൽ പങ്കാളിത്തം ഉണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ നമ്മുടെ രക്ഷയ്ക്ക് വിളിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണെന്നാ നമ്മൾ 2 തെസ്സലോനിക്കർ 2:14 വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ അവിടുത്തെ മഹത്വം നമ്മൾ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് ഈ യോഹന്നാന്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം നിറയും, നമ്മുടെ കണ്ണുകൾ നിറയും. കാരണം കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. എത്ര ഗഹനമായ വചനമാണ്! അപ്പോൾ കർത്താവിൻ്റെ മഹത്വം നാം പ്രാപിക്കും. വിലപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോടു കൂടെയുള്ള നിത്യനിവാസത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം പ്രാപിച്ച് നാം ദൈവത്തോടു കൂടെ ആയിരിക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് ദൈവം തരുന്ന, വചനം തരുന്ന ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കൂട്ടായ്മ നമുക്ക് എന്ത് തരുന്നു? കർത്താവിൻ്റെ മഹത്വത്തിൽ നമ്മളെ പങ്കാളികളാക്കി തീർക്കുന്നു. കർത്താവിൻ്റെ തേജസ്സുള്ള ശരീരത്തോട് നാം അനുരൂപരായി തീരുവാൻ പോകുന്നു. ഇതൊക്കെ ജീവനുള്ള പ്രത്യാശ പ്രാപിച്ച ദൈവമക്കൾക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജീവൻ നയിക്കാൻ എന്തുമാത്രം ഉത്സാഹം ഉണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കണം. 6ാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എല്ലാറ്റിലും നമുക്ക് കർത്താവിൽ കൂട്ടവകാശം ലഭിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളിലും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നമ്മൾ പുലർത്തണം. നമ്മൾ 2 തിമോത്തി 2-ാം അധ്യായം അതിന് 11ഉം 12ഉം വാക്യം വായിക്കുമ്പോൾ, 2 തിമോത്തിയോസ് ചാപ്റ്റർ 2 വേഴ്സ് 11-12 അവിടെ വായിക്കുന്നത്, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തായിരിക്കണം? പാപസംബന്ധമായി മരിക്കുന്ന അനുഭവം നമുക്ക് വേണം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പോൾ ക്രിസ്തീയ ജീവിതം സഹനത്തിൻ്റെ ജീവിതമാണ്. അനേക വിശുദ്ധന്മാരും ഈ സത്യമൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ കർത്താവിലായി കഴിഞ്ഞാൽ ലോകം നമ്മളെ പകയ്ക്കും. നമുക്ക് ദൂഷണങ്ങളും നിന്ദകളും പരിഹാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിടും. അപ്പോൾ നമ്മളതെല്ലാം വളരെ ദീർഘക്ഷമയോടെ സഹിക്കണം. സഹിക്കുന്നുവെങ്കിൽ, അതാണ് അവിടെ വ്യവസ്ഥ, നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കാരണം നമ്മൾ കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴുവാൻ വേണ്ടി നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. നമുക്കൊരു 1000 ആണ്ട് വാഴ്ച കർത്താവിനോട് കൂടെ ഉണ്ട്. കർത്താവ് നീതിയോടെ ലോകം ഭരിക്കുമ്പോൾ വിശുദ്ധന്മാരായ നാം കർത്താവിനോട് കൂടെ വാഴും. അന്ന് ആ വാഴ്ചയ്ക്ക് നമ്മൾ യോഗ്യരാകണമെങ്കിൽ ഇവിടെ നമ്മൾ കർത്താവിനോട് കൂടെ സഹിക്കണം. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, അതാ പ്രമാണം. അപ്പോൾ നമുക്ക് അവനോട് കൂടെ മരിക്കണം, പിന്നെ അവനോട് കൂടെ സഹിക്കണം. ഈ 2 കാര്യവും നമ്മളെ നിത്യത്തിലേക്ക് നമ്മളെ യോഗ്യന്മാരാക്കി തീർക്കുവാനായിട്ട് പോകുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ എബ്രായർ 11:38 വായിക്കുന്ന പോലെ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ലോകം നമുക്ക് യോഗ്യമല്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ഈ ലോകക്കാരനല്ല എന്നുള്ള ആ പൂർണ്ണ ബോധ്യം
നമുക്കുണ്ടായിരിക്കണം. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം അവിടെ പ്രത്യേകിച്ചും പിടിച്ചു വേർതിരിക്കപ്പെട്ട എൻ്റെ മക്കളോട് പറയുമ്പോൾ, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കോർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ കർത്താവിനെ ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഉപദ്രവം ഉണ്ടാകുമോ? കർത്താവാ പറഞ്ഞത്, അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞേ, എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. അപ്പോൾ ഇതാ കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം ചിന്തിക്കുക. നമ്മുടെ ഈ ലോകയാത്രയിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നാം ഒരിക്കലും ഭാരപ്പെടേണ്ടതില്ല. കാരണം നമുക്ക് ഏത് പ്രതികൂലം ഉണ്ടായാലും അവിടെയെല്ലാം നമുക്ക് വേണ്ടി കരുതുന്ന പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഈ കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. ഈ ലോകത്തിലുള്ളവനേക്കാൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ദൈവമായ പിശാചിനേക്കാൾ വലിയവൻ ആയ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. അല്ല, കർത്താവ് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ത്രിയേക ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. എപ്പോഴും നമ്മുടെ വാസം ഈ ത്രിയേക ദൈവത്തോട് കൂടെയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാരപ്പെടണം, എന്തിനു ഭയപ്പെടണം? അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഇന്ന് അനേകരും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അജ്ഞരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വണ്ണം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനോ പ്രയോജനപ്പെടാനോ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കൂട്ടായ്മയുടെ മഹാത്മ്യം. വളരെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയും. ഞാൻ ലളിതമായി ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദൈവികമായ സമ്പർക്കത്തിൻ്റെ, സഖ്യത്തിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന 6 പ്രയോജനങ്ങളെക്കുറിച്ചാണ് ഞാൻ വളരെ ലളിതമായി ഇവിടെ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, നമുക്ക് സമാധാനം ഉണ്ടായി. നമുക്ക് ദൈവത്തിൽ നിന്നും നമുക്ക് സമാധാനം ലഭിച്ചു. ഒപ്പം മറ്റുള്ളവരുമായിട്ടും നമുക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിഞ്ഞു. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ? സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനമുള്ളവരായി മറ്റുള്ളവരിലേക്കും ഈ സമാധാനത്തിൻ്റെ ദാതാവിനെ പരിചയപ്പെടുത്തുന്ന വക്താക്കളായി തീരുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ സമാധാനം. 2, നമുക്ക് എപ്പോഴും ദൈവവുമായി ഒരുമിച്ചുള്ള വാസമാണ്. വലിയ വിലപ്പെട്ട കാര്യമാണ് ഇവിടെ. നമ്മുടെ വാസം എപ്പോഴും ദൈവത്തോട് കൂടെയാണ്. ദൈവത്തിൽ നിന്ന് നാം ഒരിക്കലും ഇനി അകന്നിരിക്കുന്നില്ല. അവിടുന്ന് യുഗാവസാനത്തോളം നമ്മൾ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞു. താൻ ഉയരത്തിലേക്ക് പോയപ്പോഴും കാര്യസ്ഥനെ നമുക്ക് വാഗ്ദത്തം ചെയ്തു. അത് വീണ്ടും ജനിച്ച സമയത്ത് തന്നെ ദൈവം നമ്മളിലേക്ക് പകർന്നു. ഒപ്പം തന്നെ ത്രിയേക ദൈവം നമ്മൾ വചനം അനുസരിക്കും തോറും ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ ആഴമായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. 3-ാമത്തെ കാര്യം നമ്മൾ കണ്ടത്, ഇവർക്ക് ഒന്നും ഇനി മറഞ്ഞിരിക്കുകയില്ല. നമ്മളിലുള്ള ഈ അഭിഷേകം തന്നെ നമുക്ക് സകലം ഉപദേശിച്ചു തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വീണ്ടും വണ്ണം എല്ലാ ആലോചനയും തരും. എത്ര ധന്യമായ ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. 4-ാമത് നമ്മൾ കണ്ടത്, നമുക്ക് എപ്പോഴും ഈ സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം ദൈവം സ്നേഹമാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട എല്ലാവരിലേക്കും താൻ പകർന്ന ആത്മാവിലൂടെ ദൈവസ്നേഹം പകർന്നിരിക്കുക. ഇനി ആ സ്നേഹത്തിന് ഇനി അറുതി വരുന്നില്ല. ആ സ്നേഹത്തിലാണ് ഇനി നമ്മളെല്ലാം ചെയ്യേണ്ടത്. എത്ര വിലപ്പെട്ട കാര്യമാണ് ആ സ്നേഹം. ആ സ്വർഗീയ സ്നേഹം എപ്പോഴും നമുക്ക് നുകരുവാൻ ഇടയാകുന്നു. 5-ാമത്തെ കാര്യം നമ്മൾ വായിച്ചത്, നമ്മൾ ഭാവിയിൽ ഈ കൂട്ടായ്മയിൽ ഇന്ന് വസിക്കുന്നവർ ഭാവിയിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രാപിച്ചുകൊണ്ട് മഹത്വ ശരീരങ്ങളായി, തേജസ്സുള്ള ശരീരങ്ങളായി, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഉണ്ടായിരുന്ന അതേ ശരീരം, അതേ തേജസ്സിൻ്റെ ശരീരം നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് നമുക്ക് നിത്യത്തിലേക്കുള്ള നമുക്ക് ദൈവത്തോടുള്ള വാസം. അത് എത്ര വിലപ്പെട്ട കാര്യമാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പദവിയാണ്. 6-ാമത്തെ കാര്യം, എല്ലാറ്റിലും നമുക്ക് കൂട്ടവകാശം. അത് ഇവിടെ വെച്ച് ആരംഭിക്കണം. ചിലർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ 1 മാസം ജീവിക്കും. ഞാനിനി രാജാവാ, ഞാൻ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കും എന്നൊക്കെ പറയും. പക്ഷേ ലഭിക്കുകയല്ല പ്രിയമുള്ളവരെ.
നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് ഭാവസംബന്ധമായി മരിക്കണം, അവനോടുകൂടെ മരിക്കണം. എന്നിട്ട് നാം അവനോടുകൂടെ സഹിക്കണം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം കഷ്ടങ്ങൾ സഹിക്കുവാൻ നിയമിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ടി വരം പ്രാപിച്ചവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയണം. അങ്ങനെ ഒരു ജീവിതം നമുക്ക് നയിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ദൈവവുമായിട്ടുള്ള ഈ സഹിത്വം നിത്യയിലേക്കുള്ള വലിയ ഫലവത്തായ ഒരു ജീവിതം, വലിയ പ്രയോജനകരമായ ജീവിതം ആക്കി തീർക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ ലോകസ്നേഹികളായി മാറാതെ കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ അവിടുത്തെ സഹിത്വത്തിൽ ജീവിച്ച് വിജയകരമായി ജീവിച്ച് അന്ന് നല്ലവനും വിശ്വസ്തനുമേ എന്നുള്ള വിളി കേൾക്കുവാൻ കർത്താവ് വചനം കേട്ട് എല്ലാവർക്കും ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. ആമേൻ.